രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾക്കിടയിൽ സന്ദീപ് വാര്യർ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ജില്ലയിൽ നിന്നുള്ളയാളെ പരിഗണിക്കണമെന്ന ഒരു കൂട്ടം ജില്ലാ നേതാക്കളുടെ ആവശ്യം ഏറെക്കുറെ സമവായമായതോടെയാണ് സന്ദീപ് മണ്ഡലത്തിലെത്തി. UDF പ്രവർത്തകർ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഈ ജില്ലയെന്ന് പറയുമ്പോൾ അത് കാസർഗോഡ് ജില്ലയാണ്, തൃക്കരിപ്പൂർ മണ്ഡലമാണ്. അവിടേക്കാണിപ്പോൾ സന്ദീപ് വാര്യർ എത്തിയത്. ഞാൻ പുറത്തുനിന്നുള്ള ആളല്ല. ഈ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 30 വർഷം മുമ്പ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന ഗോവിന്ദ വാര്യരുടെ മകനാണ് ഞാൻ. അപ്പൊ ഞാൻ തൃക്കരിപ്പൂര് ഞാൻ പുറത്തുനിന്നുള്ള ഒരാളാണെന്ന് പറയരുത്. മറ്റൊന്ന് നിങ്ങൾ കണ്ടല്ലോ, ആവേശപൂർവ്വമായിട്ടുള്ള സ്വീകരണം കണ്ടല്ലോ. ഇത് തൃക്കരിപ്പൂരിന്റെ സ്നേഹമാണ്. വൈവിധ്യങ്ങളെ, അതുപോലെ തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങളും ഒക്കെ, അതിന്റെയൊക്കെ പ്രതീകമാണ് കാസർഗോഡും തൃക്കരിപ്പൂരും. തീർച്ചയായിട്ടും ആ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഈ മനോഹരമായ നാട്ടിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. സാരംഗ് സുരേഷിന് വിവരങ്ങളുമായി. സാരംഗ്, ഇപ്പോൾ കാസർകോട്ടെ 5-ൽ തൃക്കരിപ്പൂർ ജയിക്കൽ അല്പം ബുദ്ധിമുട്ടാണ്, ഉദുമ ജയിക്കൽ ബുദ്ധിമുട്ടാണ്, കാഞ്ഞങ്ങാട് ജയിക്കൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡുമാണ് UDF ഫൈറ്റ് ചെയ്ത് ജയിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. അതേസമയം തന്നെ തൃക്കരിപ്പൂരിൽ ഒരു ബെറ്റർ പെർഫോമൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ സിന്ധിക്ക് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാലത്ത് തൃക്കരിപ്പൂരിൽ 3000-4000 വോട്ടിൻ്റെ ലീഡ് മാത്രമേ അന്ന് LDF ഉണ്ടായിരുന്നുള്ളൂ. വേണ്ടി വന്നാൽ മറിഞ്ഞേക്കും എന്നൊരു ഫീൽ അവിടുത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ ഉണ്ട്. സന്ദീപ് വാര്യർ വരുമ്പോൾ എന്താകും ചിത്രം? രതീഷ്, എന്തായാലും വർഷങ്ങളോളം UDF തുടർച്ചയായി ഭരിച്ചു പോരുന്ന തദ്ദേശ സ്ഥാപനങ്ങളടക്കമുള്ള ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ മണ്ഡലം എന്നത്. അവിടെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ UDF മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ രീതിയിൽ DCCയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. മാത്രമല്ല, DCC പ്രസിഡന്റ് നേരിട്ടെത്തി മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല, 500ഓളം പ്രവർത്തകരാണ് അതേസമയം സന്ദീപിനെ സ്വീകരിക്കാനായി അവിടെ എത്തുന്നത്. സന്ദീപ് പറയുന്നതും തൃക്കരിപ്പൂരുമായി തനിക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന ബന്ധത്തെയൊക്കെ തന്നെ കുറിച്ച് പറയുന്നുണ്ട്. റോഡ് ഷോ ഒക്കെ വലിയ ആവേശത്തിലാണ്. ഇനി ഈ ആവേശം എത്രത്തോളം വോട്ടായി മാറുമെന്നുള്ള ചോദ്യമാണ് ബാക്കിയായുള്ളത്. എന്തായാലും UDF പ്രവർത്തകരുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അനുഭാവികളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തൃക്കരിപ്പൂരിലെ മത്സരം എന്തായാലും കടുത്തതായി മാറുമെന്നുള്ള സൂചന തന്നെയാണ് നിലവിലുള്ള വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഓരോ ഘട്ടവുമായി അതാത് മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി കൺവെൻഷനുകളും മറ്റ് പ്രവർത്തനങ്ങളും നടത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് സന്ദീപ് വാര്യർ. രതീഷ്, ശരി, പരമ്പരാഗതമായി കോൺഗ്രസ് ഉള്ള സ്ഥലമാണ്, അതേസമയം CPM-ന് മേൽക്കൈയുള്ള സ്ഥലമാണ്. അതുകൂടി പറയാം, CPM-ന് മേൽക്കൈയുള്ള സ്ഥലമാണ്. പക്ഷേ ഉറച്ച കോൺഗ്രസ് വോട്ടുള്ള സ്ഥലവുമാണ്. ജയിക്കാൻ സാധാരണ നിലയിൽ എളുപ്പമല്ലാത്ത സീറ്റാണ്. അവിടെയാണ് സന്ദീപ് വാര്യർ സംസ്ഥാനത്താകെ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ആകാംക്ഷ. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.